അബൂബക്കർ റഷീദുൽ ബഗ്ദാദി എന്ന പ്രേമഭാജനത്തിന്റെ കഥയറിയോ? മഹാനവറുകളുടെ ചരിത്രം പറഞ്ഞാൽ നാളത്തെ സുബഹി വരെ പ്രസംഗിച്ചാലും തീരില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ചുരുക്കി ഞാൻ പറയട്ടെ. എപ്പോഴും റസൂലുള്ളാഹിനോടുള്ള സ്വലാത്തിന്റെ പാലാഴി സൃഷ്ടിച്ച ഒരു ആശിഖായിരുന്നു അബൂബക്കർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു. ബഗ്ദാദുകാരനായ അബൂബക്കർ റഷീദ് എന്നവര് നബി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പാരമ്യതയിൽ എന്താ സംഭവിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിനെ ഹുബ്ബ് വെച്ച് ഏത് സമയത്തും സ്വലാത്ത് നിർബന്ധമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് മൊത്തം സ്വലാത്ത്. അവസാന സ്വലാത്തിന്റെ ലഹരിയിലായിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ട് കണ്ട് ആ റൗളത്ത് ശരീഫയുടെ മുന്നിൽ ചെന്ന് മുഖത്തോട് മുഖം നോക്കിയിട്ട് മുവാജഹത്തുർ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഞാൻ ബഗ്ദാദിൽ ഇരുന്ന് സലാത്ത് ചൊല്ലി നബിയേ, ഇപ്പൊ അങ്ങയുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുകയാണെന്ന് ഹൃദയം തുറന്ന് മുത്തു നബിയെ വാരി പുണരാൻ ആഗ്രഹിച്ചുകൊണ്ട് ബഗ്ദാദിൽ നിന്നിറങ്ങി. അറിയുമോ നിങ്ങൾക്ക്, അല്ലാഹുവിന്റെ റസൂല് അന്ന് സൗദി ഭരിക്കുന്ന രാജാക്കന്മാർക്ക് സ്വപ്നം കാണിക്കുകയാ. അബൂബക്കർ റഷീദ് എന്ന ബഗ്ദാദ്കാരനെ എന്റെ റൗളയിലേക്ക് നിങ്ങൾ കയറ്റിവിടരുതേ, എന്റെ റൗളയിലേക്ക് നിങ്ങൾ കയറ്റിവിടരുതേ. എന്റെ മുമ്പിൽ വന്ന് എന്നോട് നേരിട്ടെങ്ങാനും റഷീദ് സലാം പറഞ്ഞ, അബൂബക്കർ റഷീദ് എന്റെ മുഖത്ത് നോക്കിയിട്ട് സലാം പറഞ്ഞാൽ ഞാൻ റൗളയിൽ നിന്ന് ഇറങ്ങി കൂടെ അങ്ങ് പോകേണ്ടി വരും. അത്ര എന്നെ സ്നേഹിക്കുന്ന മനുഷ്യരാ. അതുകൊണ്ട് നിങ്ങൾ ഈ പടിവാതിൽക്കൽ കയറ്റിവിടല്ലേ, അത് വലിയ അപകടം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അടയാളം പറഞ്ഞു കൊടുത്തു. എല്ലാ പോലീസുകാരും പാറാവുകാരും പട്ടാളക്കാരും തടഞ്ഞു നിർത്തി. സലാത്തിന്റെ മാസ്മരികത തീർത്തുകൊണ്ട് റസൂലുള്ളാഹിനെ മുഖം കാണിക്കാൻ വേണ്ടി വന്ന അബൂബക്കർ റഷീദുൽ ബഗ്ദാദിയെ തടഞ്ഞു നിർത്തിയിട്ട് തിരിച്ചു വിട്ടു. പോകാൻ എങ്ങനെയാണ് മനസ്സ് വരിക? മാറി കുറെ ദൂരങ്ങൾ സഞ്ചരിച്ചിട്ട് അവിടെ നിന്നിട്ട് പല രീതിയിലും വരാനുള്ള ആസൂത്രണം നടത്തി. അവസാനം വന്നു, വീണ്ടും മാട്ടിപ്പായിച്ചു. അവസാന സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി ഭ്രാന്തായി ലഹരിയായി. അവസാനം എന്താ എന്റെ റസൂലിന്റെ മുമ്പിലെത്താനുള്ള വഴി എന്നതിനെ പറ്റി ചിന്തിക്കുമ്പോ തലയിൽ ചുമടുകളുമായി പോകുന്ന യാത്രക്കാരെ കാണുകയാണ്. അത് മദീനയുടെ വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളാണ്. തലയിൽ വലിയ വിറക് കെട്ടുകളാ. അവരിൽ ഒരാളെ ചെന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഉപകാരം ചെയ്തു തരുവോ? ആ വിറക് കെട്ടിന്റെ അകത്ത് എന്നെ ഒളിപ്പിച്ചിട്ട് റൗളയുടെ മുന്നിലൂടെ ഒന്ന് കൊണ്ടുപോകുമോ? എന്റെ സ്വത്ത് മുഴുവനും നിങ്ങൾക്ക് തരാ, എന്റെ എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് തരാ, പകരം എനിക്ക് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പ്രണയ ലഹരിയാൽ വിറക് വെട്ടുകാരനായ വിറക് ചുമട്ട് തൊഴിലാളിക്ക് എല്ലാ ഓഫറുകളും കൊടുത്തിട്ട് ആ വിറക് കെട്ടിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാ. അങ്ങനെ മസ്ജിദുൻ നബവിയുടെ മുമ്പിലെത്താൻ അടുക്കുമ്പോ, റൗള ഷരീഫിന്റെ മുന്നിലെത്താൻ അടുക്കുമ്പോ ആരോ അവിടെ നിന്നിട്ട് പറഞ്ഞു മുഹമ്മദ് എന്ന് കേട്ടാൽ പരിസരം മറന്നിട്ട് എല്ലാം മറന്നിട്ട് ലഹരി ബാധിച്ചവനെ പോലെ ഉറക്കെ സ്വലാത്ത് ചൊല്ലി അബൂബക്കർ റഷീദുൽ ബഗ്ദാദിക്ക് താൻ വിറക് കെട്ടിന്റെ ഉള്ളിലാണ്, താൻ ഒളിച്ചു കടക്കാൻ ശ്രമിക്കുന്നവനാണ്, താൻ മറഞ്ഞിരിക്കുന്നവനാണെന്ന ചിന്ത പോലും ഇല്ലാതെ ആരോ റസൂലുള്ളാഹിന്റെ പേരങ്ങ് പറഞ്ഞപ്പോ വിറക് കെട്ടിന്റെ ഉള്ളിലിരുന്ന് കൊണ്ട് ചൊല്ലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലിയപ്പോൾ പോലീസ് വന്ന് കെട്ടഴിപ്പിച്ചു. അദ്ദേഹത്തെ ഇറക്കി വിട്ടു. പിന്നീട് റൗള ഷരീഫിന്റെ മുമ്പിൽ നിന്നും നന്ദിച്ചു വീശുന്ന മന്ദമാരുതന്റെ തഴുകിത്തലോടലില് തന്റെ പ്രേമത്തെ എങ്ങനെയാണോ റസൂലുള്ളാഹിന്റെ റൗളയിൽ നിന്നും നടിച്ചു വീശുന്ന ആ ഇളം കാറ്റിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തിട്ട് ഹുബ്ബ് വെളിവാക്കിയ അബൂബക്കർ റഷീദുൽ ബഗ്ദാദിമാരാകുവോ? സ്വലാത്തുകൾ ചൊല്ലിയിട്ട് റസൂലുള്ളാഹിയെ സ്നേഹിച്ച് ലഹരിയാകാൻ കഴിയോ? എന്തിനാ മ്യൂസിക്കുള്ള പാട്ടിടുന്നത്? എന്തിനാണ് റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? എല്ലാം നമ്മൾ ചെയ്യുമല്ലോ. പക്ഷെ സ്വലാത്ത് എത്ര ചൊല്ലി എന്ന് ചോദിക്കുമ്പോൾ റബീഉൽ അവ്വൽ അവസാനിച്ച് റബീഉൽ ആഖിർ കടന്നു വരുമ്പോൾ ഒരു 100 സ്വലാത്ത് പോലും നമ്മൾ ചൊല്ലിയിട്ടുണ്ടാകൂല. ഒരു 100 സ്വലാത്ത് പോലും നമ്മൾ ചൊല്ലിയിട്ടുണ്ടാവൂല. ഒരുപാട് സദസ്സുകളിൽ ഒരുപാട് സ്വലാത്തുകൾ ഇജാസത്ത് കൊടുക്കുന്ന, എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ വന്നപ്പോ ഒരുപാട് പ്രയാസങ്ങൾ എനിക്ക്
നേരിട്ടപ്പോ ആ പ്രയാസങ്ങളെ ഞാൻ പറയാതെ തന്നെ വായിച്ചെടുത്ത മഹാനായ ശൈഖുനായ ഒരു ഉസ്താദ്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത സമയത്തും ഒരു പ്രതിസന്ധിയിൽ ഞാൻ പെട്ടുപോകുമ്പോൾ പല രീതിയിലും ശത്രുക്കൾ വിരിച്ച വലയിൽ ഞാൻ കുടുങ്ങി പോകുമോ എന്ന ഒരു സന്ദർഭത്തില് ആ ഘട്ടത്തിൽ ഞാൻ ഉസ്താദ് ഈ പരിപാടിക്ക് വേണ്ടി എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദേ ഇങ്ങനെ ഒരു പ്രയാസം നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും എനിക്കൊരു സ്വലാത്തും ദിക്റും പറഞ്ഞു തന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരുപാട് സ്വലാത്തുകൾക്ക് ഇജാസത്ത് കൊടുക്കുന്ന, ദിക്റുകൾ ഇജാസത്ത് കൊടുക്കുന്ന അതൊരു ലോകമാണ്. അതെല്ലാവർക്കും പറഞ്ഞാൽ തിരിയണമെന്നില്ല. അതൊരു ലോകമാണ്. ദിവസവും രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ 101 സ്വലാത്ത് ചെല്ലണം. അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ 101 സ്വലാത്ത് ചെല്ലണമെന്ന് എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ അഭിവന്യനായ ഗുരുവര്യർ, എന്നെ ഞാനാക്കി മാറ്റിയ, എന്റെ എല്ലാ കുറവുകളും കണ്ടു ചേർത്തു നിർത്തിയിട്ട് എന്നെ പഠിപ്പിച്ച ആദരണീയനായ ശൈഖുൽ ഹദീസ് ബീരാൻകുട്ടി ഹളറത്ത് നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ തന്ന ഇജാസത്ത് 15 വർഷമായി. പടച്ചവന് സ്തുതി, അൽഹംദുലില്ലാഹ്. ഈ 15 വർഷത്തിന്റെ ഉള്ളില് ഓരോ ദിവസം സുബഹി കഴിഞ്ഞും അസർ കഴിഞ്ഞും 100 സ്വലാത്ത് വീതം ചെല്ലാൻ എനിക്ക് അനുമതി തന്ന, ഇജാസത്ത് തന്നിട്ട് ഈ നിമിഷം വരെ ഇന്ന് ഞാൻ ഈ സദസ്സിൽ കയറുമ്പോഴും ഞാൻ ചൊല്ലിക്കിട്ടാ കയറിയത്. പ്രിയപ്പെട്ടവരെ, 15 വർഷമായി ഞാൻ മുടക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ഇജാസത്ത് കൊടുക്കുമല്ലോ ഒരുപാട്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പുണ്യ റബീഇന്റെ പുണ്യവസന്തത്തിന്റെ രാത്രിയിൽ, റബീഉൽ അവ്വൽ മാസം 11-ാം തീയതി സൂര്യൻ അസ്തമിച്ച 12-ാമത്തെ രാത്രിയിൽ ഈ അനുഗ്രഹീതമായ ഇഷ്കിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുമ്പോ ഇവിടെ വെച്ച് തീരുമാനമെടുത്തു പോകൂ പെങ്ങളെ. ഒരിക്കൽ പോലും മരിക്കുന്നത് വരെ നിസ്കാരമില്ലാത്ത സമയത്തും നമുക്ക് ചൊല്ലാം ചെയ്യാം. ഒരു 101 സ്വലാത്ത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമുക്ക് ചൊല്ലാൻ കഴിയണം. ഈ ദിവസത്തിൽ നമുക്കൊരു സമ്മാനം നമ്മുടെ പ്രവാചകന് കൊടുക്കാം. ആ പ്രവാചക പ്രഭുവിന് കൊടുക്കുന്ന ജന്മദിന സമ്മാനം 101 സ്വലാത്ത് എന്റെ മരണം വരെ ഞാൻ ചൊല്ലും. വല്ലാഹി റബ്ബിൽ കഅബ. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റും. സ്വലാത്ത് നമ്മുടെ ലഹരിയായാൽ ആ സ്വലാത്ത് നമുക്ക് സമ്പത്ത് വലിച്ചു കൊണ്ടുതരും. ആ സ്വലാത്ത് നമുക്ക് വിഷമങ്ങൾ മാറ്റിത്തരും. ആ സ്വലാത്ത് നമ്മുടെ ദാരിദ്ര്യം മാറ്റിത്തരും. ആ സ്വലാത്ത് നമ്മുടെ തടിക്ക് സലാമത്ത് നൽകും. ആ സ്വലാത്ത് നമ്മുടെ റൂഹിന് ആനന്ദം നൽകും. ആ സ്വലാത്ത് നാളെ ഖബറിൽ രക്ഷയ്ക്കെത്തും. ആ സ്വലാത്ത് നമ്മുടെ മരണസമയത്ത് സക്കറാത്ത് എളുപ്പമാക്കും. ആ സ്വലാത്ത് നാളെ പരലോകത്ത് നമുക്ക് ലിവാഉൽ ഹംദ് തരും. ആ സ്വലാത്ത് നാളെ ഹൗലിൽ നിന്ന് പാനം തരും. ആ സ്വലാത്ത് നമുക്ക് 2 പാദങ്ങളും സ്വർഗത്തിൽ ഊതുന്നതുവരെ നിർഭയത്വം നമുക്ക് തരും. ആ സ്വലാത്ത് അള്ളാന്റെ ഹബീബിന്റെ തൃക്കല്യാണത്തിൽ നമ്മളെ പങ്കെടുപ്പിക്കും. ആ സ്വലാത്ത് കൊണ്ട് റബ്ബിന്റെ തിരുദർശനം എന്ന ലിഖാ നമുക്ക് തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിലയിൽ നബി തങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ തീരുമാനിക്കും. ആ രീതിയിൽ നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ പാർലമെന്റിന്റെ അകത്ത് പോയാലും, സെക്രട്ടേറിയറ്റിന്റെ അകത്ത് പോയാലും, നിയമസഭയ്ക്കകത്ത് പോയാലും, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലുകളിൽ പോയാലും, എവിടെയാണോ നമ്മൾ പോകുന്നത്, കളക്ടറേറ്റിൽ പോയാലും, വില്ലേജിൽ പോയാലും, താലൂക്കിൽ പോയാലും, പഞ്ചായത്തിൽ പോയാലും, എവിടെ പോയാലും, ബാത്റൂമിൽ ഒഴിച്ച് വേറെ എവിടെ, ബാത്റൂമിൽ ഒഴിച്ച് ആകാശത്തിന്റെ ചുവട്ടിൽ, ഭൂമിയുടെ മുകളിൽ, വാഷ്റൂമിൽ, ബാത്റൂമിൽ, ടോയ്ലറ്റിൽ പോകുമ്പോഴൊഴിച്ച്, ഏത് തലക്കൊമ്പന്റെ, ഏത് വലിയ കുടുംബത്തിൽ പിറന്നവന്റെ മുമ്പിലായാലും, അമേരിക്കൻ പ്രസിഡന്റിന്റെ മുമ്പിലായാലും, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിലായാലും, കേരള മുഖ്യമന്ത്രിയുടെ മുമ്പിലായാലും, കേരള ഓപ്പോസിഷൻ ലീഡറുടെ മുമ്പിലായാലും, ആരുടെ മുമ്പിലായാലും മുഹമ്മദ് എന്ന് കേട്ടാൽ ഉറക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രവാചക പ്രേമികളാകണം. അതാണ് റബീഉൽ അവ്വൽ നമ്മൾ ചെയ്യേണ്ടത്. അള്ളാന്റെ ഹബീബ് നിരോധിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിബിദിനാഘോഷം നടത്തുമ്പോ പത്തനംതിട്ടയിൽ റസൂലുള്ളാഹിനെതിരെ ചോദ്യപേപ്പർ എഴുതിയവരും അവരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമാവുള്ളത്? അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. അതാ പറഞ്ഞത്, ഫഇൻ തവല്ലൗ, നിങ്ങളിൽ അവരിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ദുഃഖം വരുമ്പോൾ, അവർക്ക് ദുഃഖം വരുമ്പോൾ നിങ്ങളും ദുഃഖിതനാണെന്ന് പറഞ്ഞിട്ടും
അവർക്ക് സന്തോഷം വരുമ്പോൾ നിങ്ങൾക്കതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ടും അവരോട് നിങ്ങൾക്ക് അങ്ങേ അറ്റത്തെ റൗഫത്താണെന്ന് പറഞ്ഞിട്ടും അവർ മനസ്സിലാക്കാതെ സ്വലാപ്പ് ചെല്ലാതെ നിങ്ങളുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് നടക്കുന്നുവെങ്കിൽ നബിയെ ധൈര്യമായിട്ട് അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറ, ഖുബ്ബത്തുൽ ഖളറാഇന്റെ ചുവട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന പൂമാരൻ ആ പ്രിയപ്പെട്ട നബിതങ്ങൾക്ക് നാക്കുകൊണ്ട് പറയാൻ ഇനി കഴിയില്ല. അത് അവിടത്തെയുടെ അനുയായികളായ അനന്തരാവകാശികളായ ഈ നാട്ടിലെ പണ്ഡിതന്മാരുടെ നാവിലൂടെ അള്ളാഹുവിന്റെ റസൂല് പറയിപ്പിക്കുന്നു. അള്ളാഹു പറഞ്ഞു, ഫഖുൽ ഹസ്ബി അല്ലാഹ്, നിങ്ങൾ എനിക്ക് വേണ്ട, എനിക്കെന്റെ അല്ലാഹ് മതി, എനിക്കെന്റെ റബ്ബ് മതി, ധൈര്യമായിട്ട് പറയൂ നബിയെ എന്ന്. അതുകൊണ്ട് അള്ളാന്റെ ഹബീബ് ഒഴിവാക്കിയ ഒരു വിഭാഗത്തിൽ നമ്മൾ പെടണോ? നിങ്ങളെനിക്ക് വേണ്ട എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞ വിഭാഗത്തിൽ നമുക്ക് പെടണോ? വേണ്ട. നമുക്ക് സ്നേഹിക്കാം, നമുക്ക് ലിമിറ്റ്സ് ഇല്ലാതെ സ്നേഹിക്കാം, പരിധിയില്ലാതെ പ്രണയിക്കാം. ആർക്കും ഭർത്താവിനേക്കാൾ നമ്മൾ സ്നേഹിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടോ അള്ളാന്റെ ഹബീബിനെ പറ്റി? ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്റെ കയ്യിൽ റസൂലുള്ളാന്റെ ഫോട്ടോയുണ്ട് എന്ന്? ഞാൻ നബിതങ്ങളെ വരച്ചിട്ടുണ്ട് എന്ന് പറയാൻ ആർക്കാ കഴിയുക? നമ്മൾ ഇന്നുവരെ ഒരു സ്തൂപമോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു രൂപമോ ഏതെങ്കിലും ഒരു ചിത്രമോ ഒന്നുമില്ലാതെ ഇതൊക്കെ ഉള്ള കൺമുമ്പിൽ നിൽക്കുന്ന കൺകണ്ട ഭർത്താവിനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്നില്ല പെങ്ങളെ? സ്നേഹിക്കണ്ടേ നമുക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹത്തിന്റെ മാനദണ്ഡങ്ങൾ എന്താണ്? ചിന്തിച്ചു നോക്ക്. ഞാനിപ്പോ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്തിന്റെ പേരിലാണ്? സംഘാടകർ എന്നെ സ്നേഹിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഞാൻ എൻ്റെ ഭാര്യയും മക്കളെ സ്നേഹിക്കുന്നത്, എൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നത്, എൻ്റെ വാപ്പയെ സ്നേഹിക്കുന്നത്, ഞാൻ ആദരണീയരായ ഉസ്താദിനെ സ്നേഹിക്കുന്നത്, ഉസ്താദ് എന്നെ സ്നേഹിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ് അറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹം ഉണ്ടല്ലോ നമുക്ക്. അള്ളാഹു സ്നേഹം നിലനിർത്തി തരട്ടെ. സുഹൃത്തെന്ന് മാത്രം പറഞ്ഞാൽ മതി, ചങ്ക് ബ്രോ എന്നൊന്നും പറയണ്ട, അതൊക്കെ ന്യൂജൻ ഭാഷയാണ്. സുഹൃത്തെന്ന് പറഞ്ഞാൽ തന്നെ സു എന്ന് പറഞ്ഞാൽ നല്ലത്, ഹൃത്തെന്ന് പറഞ്ഞാൽ ഹൃദയം, സുഹൃത്തെന്ന് പറഞ്ഞാൽ നല്ല ഹൃദയം എന്നാണ് അർത്ഥം. നമ്മൾ എന്തിനാണ് മറ്റൊരാളെ സ്നേഹിക്കുന്നത്? നാലാൽ ഒരു കാരണത്തിന്റെ പേരിലെ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ഭാര്യമാരെ സ്നേഹിക്കുന്നത് എന്തിന്റെ പേരിലാണെന്നറിയോ? നിന്റെ പേരില. അസാസുൽ മഹബ്ബത്തി, ഒരു സ്നേഹിതൻ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം നാലിൽ ഏതെങ്കിലും ഒരു റീസൺ ഉണ്ടാവും, നാലിൽ ഏതെങ്കിലും ഒരു കാരണം ഉണ്ടാവും സ്നേഹിക്കാൻ. അൽ ജമാൽ വൽ കമാൽ വൽ ഖറാബ വൽ ഇഹ്സാൻ. ജമാലിയത്ത്, കമാലിയത്ത്, ഖറാബത്ത്, ഇഹ്സാൻ. ഈ നാലിൽ ഏതെങ്കിലും ഒന്നിന്റെ പേരിലായിരിക്കും നമ്മൾ സ്നേഹിക്കുക. സെലിബ്രിറ്റികളെ സ്നേഹിക്കുന്നുണ്ട്, ഇപ്പൊ എല്ലാം താഴെ വീണു അല്ലേ? ഇപ്പൊ എല്ലാം സ്നേഹിച്ചവരൊക്കെ താഴെ വീണു. ഇത് അനുഗ്രഹീതമായ രാവായത് കൊണ്ട് വേറെ ഭാഷകളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ, സാധാരണ നമ്മളൊരു വഴിയെ പോകുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി വലത്തോട്ടോ ഇടത്തോട്ടൊക്കെ കയറും, പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ. ഇതൊന്നും ഇന്നത്തെ രാത്രി യോജിച്ചതല്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. നമ്മൾ സിനിമാ നടന്മാരെ സ്നേഹിക്കുന്നത് സൗന്ദര്യത്തിന്റെ പേരിലാണ് അല്ലേ? ഒരാള് നല്ല സൗന്ദര്യമുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായി സ്നേഹം ഉണ്ടാവും അയാളോട്. രണ്ടാമത് സ്നേഹത്തിന്റെ മാനദണ്ഡം എന്താണ്? അൽ കമാൽ, പൂർണ്ണത, വ്യക്തിത്വം. ഒരാള് നല്ല സ്വഭാവമുള്ള ആളാ, നല്ല വ്യക്തിയാണ്, നല്ല വ്യക്തിത്വമാണ്, അയാളെ നമുക്ക് വലിയ സ്നേഹമായിരിക്കും, കാണാൻ മൊഞ്ചൊന്നും ഉണ്ടാവൂല. ഇനി മൂന്നാമതൊരു ബന്ധമുണ്ട്, അതിന്റെ പേര് ഖറാബത്ത് എന്നാണ്, കുടുംബ ബന്ധം. കാണാൻ ഒരു ചേലും ഇല്ല, സ്വഭാവം തീരെ കൊള്ളില്ല, പക്ഷേ പെണ്ണ് പറയും എന്ത് ചെയ്യാൻ ഉസ്താദെ, കെട്ടിയോനായി പോയില്ലേ എന്ന്. ബന്ധം. ചില വാപ്പമാര് പറയും എന്ത് ചെയ്യാൻ, മോനായി പോയില്ലേ. ചില മക്കള് പറയും എന്ത് ചെയ്യാൻ, എന്റെ വാപ്പ ആയിപ്പോയി. കാണാൻ ഒരു ചേലുമില്ല, സ്വഭാവത്തിൽ യാതൊരു നന്മയുമില്ല, പക്ഷേ എനിക്ക് തല്ലാനോ കൊല്ലാനോ പറ്റുമോ, എന്റെ വാപ്പ ആയിപ്പോയില്ലേ എന്ന് ചിലർ പറയും. അതെന്താ? സ്നേഹത്തിന്റെ മാനദണ്ഡം അവിടെ മൂന്നാമത്തതാണ് അൽ ഖറാബ. നാലാമത്തേത് സംഘാടകരിപ്പ എന്നെ സ്നേഹിക്കും പോലെ, ഞാൻ ഇപ്പൊ നിങ്ങളെ സ്നേഹിക്കും പോലെ. അൽ ഇഹ്സാൻ, എന്തെങ്കിലും ഗുണം. 2 മണിക്കൂർ ഏരൂർ മഹല്ലത്തിന്റെ പരിപാടിയിൽ ഞാൻ പ്രസംഗിക്കുന്നു. പുണ്യ റബീഇന്റെ രാത്രിയിൽ
വീട്ടിൽ ഉറങ്ങിക്കിടക്കേണ്ട ഞാൻ എന്റെ മുത്തിനെ പറ്റി പറയാൻ മൈക്ക് വെച്ച് കെട്ടി, സ്റ്റേജും കെട്ടി, ബഹൂറും പുകച്ച് അള്ളാഹുവിന്റെ ദാസന്മാരെയും ദാസിമാരെയും മുന്നിലിരുത്തിയിട്ട് പറയാൻ അവസരം തന്നു സംഘാടകര്. ഗുണമുണ്ടായി എനിക്ക് നിങ്ങളെ കൊണ്ട്. അതിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്. ഈ 4 മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒരു മാനദണ്ഡമില്ലാതെ ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുവോ? ഇല്ല, ഇല്ല. ഈ 4 മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധന നടത്തിയാൽ ലോകത്ത് സ്നേഹിക്കപ്പെടാൻ ഒരേ ഒരു വ്യക്തിയെ കാണൂ, അതാണ് നബി മുഹമ്മദ് മുസ്തഫ. ചെറിയ വിവരണം, 1 മണിക്കൂർ പിന്നിട്ടു, ഇനി 3/4 മണിക്കൂർ എനിക്കുണ്ട്. 1.25 മണിക്കൂറായി, ഇനി 3/4 മണിക്കൂറുണ്ട്. ആ 3/4 മണിക്കൂർ നിങ്ങൾ കേട്ടോ. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യവാനാരാ? വെറുതെ പറഞ്ഞാ പോരാ, തെളിവ് വേണം. ഖുർആനിൽ നിന്നും വേണം, ഹദീസിൽ നിന്നും വേണം. ലോകത്തെ ഏറ്റവും വലിയ വ്യക്തിത്വമാരാണ്? ലോകത്തെ ഏറ്റവും വലിയ നമ്മുടെ ഖറാബത്ത് ബന്ധമാരാ? ഏറ്റവും വലിയ ഉപകാരം ആരിൽ നിന്നാ? നോക്കൂ നിങ്ങൾ, ഒരാള് മറ്റൊരാളെ സ്നേഹിക്കുന്നത് അയാളുടെ സൗന്ദര്യത്തിന്റെ പേരിലാണെങ്കിൽ നമുക്ക് സ്നേഹിച്ചൂടെ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞല്ലോ, ഞാൻ എന്റെ വീട്ടിൽ സൂചിയും നൂലും കൊണ്ട് തുണി നെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സൂചി നിലത്ത് വീണ് പോയി. ആ സമയത്ത് സൂചി എടുക്കാൻ കഴിയാതെ ഞാനിങ്ങനെ തപ്പിത്തടയുകയാ. എന്തുകൊണ്ടെന്നറിയോ? ഇന്നത്തെ പോലെ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ അന്നില്ലല്ലോ. എണ്ണ വിളക്കല്ലേ അവിടെ ഉള്ളത്. പലപ്പോഴും വിളക്കിൽ എണ്ണ ഒഴിക്കാറില്ല. കാരണം ആ എണ്ണ ഒഴിച്ചാൽ കഴിക്കാൻ ഭക്ഷണത്തിന് പാകം ചെയ്യാൻ എണ്ണ കിട്ടൂല. അതുകൊണ്ട് എണ്ണ വിളക്കിൽ എണ്ണ ഒഴിക്കാതെ പലപ്പോഴും എണ്ണ എടുത്തിട്ട് പാചകം ചെയ്യാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നെന്ന് ഹദീസുകളിൽ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ വിളക്കിൽ എണ്ണയില്ലാത്തത് കൊണ്ട് വിളക്കില്ല. എന്റെ റൂമിനകത്ത് സൂചി നിലത്ത് വീണ് പോയപ്പോ ഞാൻ എവിടെയാണ് സൂചി എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് തപ്പിത്തടയുമ്പോ ഇതാ കടന്നു വരുന്നു റൂഹി ഫിദാ അഹ്മദ് മുജ്തബ. എന്റെ റസൂൽ എന്റെ റൂമിലേക്ക് കടന്നു വന്നു. അവിടുത്തെ നെറ്റിത്തടത്തിൽ നിന്നും അടിച്ചു വീശുന്ന പ്രകാശത്തിന്റെ പ്രോജ്വലത കണ്ടിട്ട് എന്റെ നിലത്ത് വീണ സൂചി ഞാൻ എടുത്തു. ഇത് സിനിമയുടെ തിരക്കഥയല്ല, ഇത് സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല, ഇത് നാടകത്തിന്റെ ഇതിവൃത്തമല്ല. ഇത് അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റിയുള്ള താരീഖുകളിൽ കാണാൻ കഴിയുന്ന കാര്യമാ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ നെറ്റിത്തടത്തിന്റെ പ്രകാശം കണ്ടുകൊണ്ട് സൂചി പോലും നിലത്ത് വീണത് എടുക്കാൻ പറ്റിയെന്ന് ആയിഷ ബീവി പറയുമ്പോ, ഒരു രാത്രിയിൽ റസൂലുള്ളാഹിനെ ഇങ്ങനെ തപ്പി നോക്കുമ്പോ കാണുന്നില്ല. അടുത്ത് കിടന്ന തന്റെ ചൂടും ചൂരുമേറ്റ് തന്റെ അടുത്ത് കിടന്ന റസൂലിനെ കാണാനില്ല. ആയിഷ ബീവിക്ക് അറിയാം, റസൂല് വിരിപ്പിലില്ലെങ്കിൽ പിന്നെ എവിടെ ഉണ്ടാകുമെന്ന്. എവിടെയാണ് റസൂൽ ഉണ്ടാവുക? ഒരു കർട്ടന്റെ തൊട്ടപ്പുറത്തുള്ള മസ്ജിദുൻ നബവി. അതിനകത്ത് രാത്രി എന്റെ റസൂൽ ഇബാദത്തിലായിരിക്കും. കതക് തുറന്നു, കർട്ടൻ നീക്കിയിട്ട് നോക്കുമ്പോ പള്ളിക്കകത്ത് റസൂലില്ല. ഇനി പള്ളിയിലും ഇല്ലെങ്കിൽ എവിടെയാണ് ഉണ്ടാവുകയെന്ന് നന്നായിട്ടറിയാ. അള്ളാന്റെ ഹബീബിന്റെ മറ്റ് ഭാര്യമാരുടെ അടുക്കലേക്ക് പോവുകയാ. മുസ്തഫ خيرنا فاخترنا النبي المقتفى عائشة وحفصة وسودة صفية ميمونة ورملة هند وزينب كذا جويرية للمؤمنين أمهات مرضية. പ്രിയപ്പെട്ട ഭാര്യമാരുടെ വീട്ടിലേക്ക് പോവുകയാ. എവിടെയാ മറ്റ് ഭാര്യമാരുടെ വീട്? ഒന്ന് ഏരൂരില്, മറ്റത് തടിക്കാട്, മറ്റൊന്ന് അഞ്ചലില്, മറ്റൊന്ന് പത്തടിയില്, മറ്റൊന്ന് ആയൂര്, അടുത്തത് കാരാളികോണത്ത്, അടുത്തത് ചടയമംഗലത്ത്, മറ്റത് നിലമേല്, കിളിമാനൂര്, കാരേറ്റ്. ഇങ്ങനെയല്ല. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഭാര്യമാര് മസ്ജിദുൻ നബവിയുടെ 4 ഭാഗത്ത് ചെറിയ കുടിലുകളിലാ. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാര് താമസിച്ച വീടുകൾ അൽ ഹുജ്റാ
ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ കുടിലുകൾ എന്നാണ് അർത്ഥം. ഹുജറാത്ത് എന്ന് പറയുന്ന അധ്യായം റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ വീടുകളെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു പറഞ്ഞ അധ്യായമാണ്. ആ വീടുകൾ ഓരോ വീട്ടിന്റെ മുന്നിലും ചെന്ന് കതകിനെ മുട്ടി. ആയിഷ ബീവിയെ കണ്ടപ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓരോ ഭാര്യമാര് ചോദിച്ചു, എന്താ മോളെ, എന്റെ റസൂൽ ഇങ്ങോട്ട് വന്നോ? ഇല്ല, അപ്പുറത്ത് കാണും. അവിടെ ചെന്ന് ചോദിച്ചു, ഇവിടെ ഇല്ല. അടുത്ത വീട്ടിൽ പോയി, അവിടെ ഇല്ല. അടുത്ത വീട്ടിൽ പോയി, അവിടെയുമില്ല. സങ്കടത്തോടെ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയോ? എന്റെ കൂടെ കിടന്ന എന്റെ നായകൻ എവിടെയാണ്? എന്റെ റസൂൽ എവിടെയാണ്? സംഭീതയായി, പരിഭ്രമചിത്തയായി, വിഷാദ വിഷണ്ണയായി, വ്യാകുല വിഹുലയായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പതറുമ്പോൾ പരതുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ബഖീന്റെ ഭാഗത്തൊരു പ്രകാശം കാണുകയാ. ജന്നത്തുൽ ബഖീന്റെ ഭാഗത്തൊരു പ്രകാശം കാണുകയാ. മസ്ജിദുൻ നബവിയുടെ അടുത്ത് ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്നുകൊണ്ട് ഇന്ന് റസൂൽ കിടന്നിറങ്ങുന്ന റൗള ശരീഫ് നിൽക്കുന്ന വീട് ആയിഷ ബീവിയുടെ വീടാ. അവിടെ നിന്ന് നോക്കുമ്പോ അതാ ബഖീന്റെ ഭാഗത്തൊരു പ്രകാശം കാണുകയാ. ആ പ്രകാശം ആരുടെ പ്രകാശമാണ്? അത് എന്തിന്റെ പ്രകാശമാണ്? 14-ാം രാവിന്റെ പൗർണമിയുടെ അമ്പിളിമാമന്റെ മനോഹരമായ ചന്ദ്രന്റെ പ്രകാശമല്ല, നിലാവിന്റെ ആ പ്രകാശമല്ല കണ്ടത്. ആ കണ്ടത് ആരുടെ പ്രകാശമാണെന്നറിയോ? ബഖീ എന്ന് പറയുന്ന പ്രദേശത്ത് നിൽക്കുന്ന ഹബീബിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് പ്രകാശം പരക്കുകയാ. ഇന്ന ബൈതന അംദ സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. നേരത്തെ ആയിഷ ബീവിയുടെ വീട്ടിലെ വിളക്ക്, ആ വിളക്ക് കത്തിച്ച് സൂചി എടുക്കാൻ വിളക്കിൽ എണ്ണയില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ചപ്പോ നബിതങ്ങളുടെ റൂമിലേക്ക് കയറി വന്ന പ്രകാശത്തിന്റെ ആ പോരിശയായ പ്രകാശത്തിന്റെ പ്രോജ്വലതയിൽ സൂചിയെടുത്ത ആയിഷ ബീവി കണ്ടത് അള്ളാന്റെ ഹബീബിന്റെ നെറ്റിത്തടത്തിൽ നിന്നും അടിച്ച പ്രകാശമാണ്. എന്തൊരു സൗന്ദര്യമാണ്! ഒന്നാലോചിച്ച് നോക്കിയേ. നെറ്റിത്തടത്തിൽ നിന്നടിക്കുന്ന പ്രകാശം കാരണം വേറെ ലൈറ്റിന്റെ ആവശ്യമില്ല. അത്രയും വലിയ സൗന്ദര്യം. ആയിഷ ബീവി ഓടി അടുത്തേക്ക് ചെന്നിട്ട് നബിതങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, നബിയേ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, നീ പേടിച്ചു പോയോ? അപ്പോ കിട്ടാതിരുന്ന് കിട്ടിയ ഒരു പേടിക്ക് ശേഷം, ഒരു ഭയത്തിന് ശേഷം കിട്ടിയ ആശ്വാസത്തിൽ ആയിഷ ബീവി ഒരു തമാശ പറഞ്ഞു. ആയിഷ ബീവി പറഞ്ഞു, നബിയെ, ഒന്നിലധികം ഭാര്യമാരുള്ള ഒരു ഭർത്താവിനെ രാത്രി കണ്ടില്ലെങ്കിൽ പിന്നെ പേടിക്കാതിരിക്കുവോ? ആയിഷ ബീവിയോട് നബിതങ്ങൾ പറഞ്ഞു, ആയിഷ, ഇന്നത്തെ രാത്രി ഏതാന്നറിയോ മോളെ? ഞാൻ എങ്ങനെയാണ് റൂമിൽ കിടന്നുറങ്ങാൻ കഴിയുക? ഈ രാത്രി ഷഹബാനിന്റെ 15ന്റെ രാത്രിയാ, ബറാഅത്തിന്റെ രാത്രിയാ. ഈ രാത്രി കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമങ്ങളെക്കാൾ പാപം ചെയ്തവൻ അല്ലാഹു പുറത്തു കൊടുക്കും. ഏരൂരിലെ നിങ്ങളുടെ വീട്ടിൽ ഒരു ആടുണ്ടെങ്കിൽ, ജനിച്ചത് മുതൽ 1.5 വർഷം കൊണ്ട് നിങ്ങളെ കൂടെ നടക്കുന്ന ഒരു ആട്, ആ ആടിന്റെ രോമങ്ങൾ എത്രയെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയോ? ഏരൂരുള്ള ആട് പോലെയല്ല കൽബ് ഗോത്രത്തിന്റെ ആട്. ആ കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങൾക്ക് രോമം കൂടുതലാ. ആ രോമത്തിന്റെ അളവനുസരിച്ച് പാപം ചെയ്തവനും അല്ലാഹു പുറത്തു കൊടുക്കും ശഅബാൻ 15-ന്. അപ്പൊ ഈ രാത്രി ഞാൻ എങ്ങനെ കിടന്നുറങ്ങും ആയിഷ? അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ സിയാറത്ത് ചെയ്യാൻ ബഖീ എന്ന ആ ശ്മശാനത്തിൽ അഥവാ മഖ്ബറയിൽ വന്നതാണ്. നബിതങ്ങളുടെ സൗന്ദര്യം ഇതിനപ്പുറം വിവരിക്കണോ? ഇതങ്ങോട്ട് ദഹിച്ചിട്ടില്ല എങ്കിൽ, ഇത് പോരെങ്കിൽ ഞാൻ മറ്റൊന്ന് പറയാം. യൂസുഫ് നബി അലൈഹിസ്സലാമിനാണോ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളത് നബിതങ്ങൾക്കാണോ? പ്രിയപ്പെട്ടവരെ, തർക്കമില്ലല്ലോ. ഇസ്രാഇന്റെ മേറാജിന്റെ രാത്രി 3-ാം ആകാശത്ത് വെച്ച് യൂസുഫ് നബിയെ കണ്ട കഥ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ യൂസുഫിനെ ഞാൻ 3-ാം ആകാശത്ത് വെച്ച് കണ്ടു. ആ സമയത്ത് ഞാൻ യൂസുഫിനെ നോക്കുമ്പോ എന്റെ സൗന്ദര്യത്തിന്റെ പകുതി എന്റെ യൂസുഫിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഏറ്റവും വലിയ സൗന്ദര്യം ആർക്കെന്നാ ലോകം മനസ്സിലാക്കിയത്? യൂസുഫ് നബിക്കുള്ള സൗന്ദര്യം എന്നാണ്. അത് ആരുടെയും തെറ്റല്ല. യൂസുഫ് നബിയുടെ സൗന്ദര്യത്തെ പറ്റി ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്,
സലീഹ എന്ന സുന്ദരിയായ മന്ത്രിയുടെ പ്രിയപ്പെട്ട ഭാര്യ യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായിക്കൊണ്ട് യൂസുഫ് നബിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കുതറി ഓടിയ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അരമനയിലെ രഹസ്യം അങ്ങാടി പാട്ടായി. അവസാനം പെണ്ണുങ്ങളൊക്കെ കളിയാക്കാൻ തുടങ്ങി. സലീഹ, നിനക്ക് എന്തിന്റെ സോക്കേടാ? നീ എന്തിനാ യൂസുഫിനെ പിടിക്കാൻ പോയത്? സലീഹയുടെ മനസ്സിൽ പെണ്ണിന്റെ ചതി വലിയ ചതിയാണ്. മനസ്സിലാക്കണം. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കാമുകന്മാരോട് പറയാനുള്ളത് ഒറ്റ കാര്യം, ഖുർആൻ പഠിക്കും. നമ്മളിപ്പോഴും ഏറ്റവും വലിയ ചതി ആരുടെ ചതി എന്നാ മനസ്സിലാക്കിയത്? ശൈത്താന്റെ ചതിയല്ലേ? അല്ലേ? ശൈത്താന്റെ ചതിയല്ലേ? ശൈത്താന്റെ ചതിയല്ലേ ഏറ്റവും വലിയ ചതി? എന്നാ അള്ളാഹ് പറഞ്ഞു, ഇന്ന കൈദ ശൈത്താനി കാന ലഈഫ, ഇന്ന കൈദ ശൈത്താനി കാന ലഈഫ. ശൈത്താന്റെ ചതി ലഘുവായ ചതിയാണ്. പക്ഷെ പെണ്ണിന്റെ ചതിയോ, ഇന്ന കൈദകുന്ന അളീം. പെണ്ണിന്റെ ചതി വലിയ ചതിയാ. പെണ്ണിന്റെ ചതി വലിയ ചതിയാ. പെണ്ണ് തേക്കും. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പെണ്ണ് തേച്ചിട്ട് പോകും. അതുകൊണ്ട് ഒരു പെണ്ണിന്റെ ചതിയിൽ യൂസുഫ് നബിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. അവസാനം നിരപരാധിയാണെന്ന് തെളിഞ്ഞു. നമ്മൾ അറിയണം, നാട്ടുകാരികളുടെ മുമ്പിൽ എന്റെ പേര് പോയി എന്ന എല്ലാ പെണ്ണുങ്ങളും ഒന്ന് മനസ്സിലാക്കട്ടെ, എന്റെ യൂസുഫ് ആരാണ്. എല്ലാവരുടെ കയ്യിൽ ഓരോ ആപ്പിളും കൊടുത്ത് കത്തിയും കൊടുത്ത് യൂസുഫ് നബി ഇറക്കി അങ്ങ് വിട്ടു. ഇറക്കി വിട്ടപ്പോ യൂസുഫ് നബിയെ പറ്റി അള്ളാഹ് ഖുർആനിൽ മദ്ഹ് പറയാൻ, യൂസുഫ് നബിയെ പറ്റി അള്ളാഹു ഖുർആനിൽ മൗലിദ് പറയാൻ. എന്താണെന്നറിയോ? അവിടുത്തെ പെണ്ണുങ്ങള് യൂസുഫ് നബിയെ ഇങ്ങനെ നോക്കി നിന്നു. ആ സൗന്ദര്യത്തിൽ ഇങ്ങനെ ആകൃഷ്ടരായിക്കൊണ്ട് പെണ്ണുങ്ങൾ നോക്കി നിന്നിട്ട് യൂസുഫ് നബി ഇങ്ങനെ നടന്നങ്ങ് പോയിട്ട് കയ്യിലേക്ക് നോക്കുമ്പോ ബ്ലഡ് ഒഴുകുക. ആപ്പിള് മുറിഞ്ഞിട്ട് വിരലുകൾ മുറിക്കപ്പെട്ടു പോയി. ചരിത്രം എല്ലാവർക്കും അറിയാം, ഞാൻ അത് പറയാനല്ല പറഞ്ഞത്. ആ സമയത്ത് യൂസുഫ് നബിയുടെ സൗന്ദര്യത്തെ പറ്റിയിട്ട് പെണ്ണുങ്ങൾ പറഞ്ഞത് ഖുർആൻ എടുത്ത് സൂറത്ത് യൂസുഫിൽ ഉദ്ധരിച്ചു. എന്താണെന്നറിയോ? അതാണ് യൂസുഫ് നബിയുടെ സൗന്ദര്യം. എന്താണ്? മാ ഹാദാ ബശറാ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. പടച്ചോനാണ്, ഇത് മനുഷ്യനല്ല. ഈ പോകുന്ന യൂസുഫ് മനുഷ്യനല്ല, ഇത് ഏതോ മലക്കാണ്. മനുഷ്യന് ഇത്രത്തോളം സൗന്ദര്യം വരൂല. പച്ച മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യന് ഇത്രത്തോളം സൗന്ദര്യം വരൂല. അതുകൊണ്ട് പ്രകാശത്താൽ പടയ്ക്കപ്പെട്ട ഏതോ മലക്കാണ് ഈ പോകുന്നതെന്ന് പറഞ്ഞ് മിസ്രിലെ പെൺകുട്ടികളുടെ കൈവിരലുകൾ മുറിക്കപ്പെട്ട് അവരുടെ ശരീരത്തിലെ കൈവിരലുകളിൽ നിന്ന് ചോര ചാലിട്ടൊഴുകുന്നത് അവരെ അറിഞ്ഞില്ല എങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ഹബീബ്, എന്റെ നായകൻ, എന്റെ റസൂൽ, മദീനയുടെ പെണ്ണുങ്ങള് എന്റെ റസൂലിനെ കണ്ടു തീർത്തിട്ടില്ല. മിസ്രിലെ പെണ്ണുങ്ങള് യൂസുഫ് നബിയെ കണ്ടിട്ട് മുഴുവനായി സൗന്ദര്യം മുഴുവനും ആസ്വദിച്ചിട്ട് അവരുടെ കൈവിരലുകൾ മുറിക്കപ്പെട്ടത് അറിഞ്ഞില്ലെങ്കിൽ എന്റെ റസൂലുള്ളാഹിന്റെ ശരീരം മുഴുവനും കാണണ്ട. എന്റെ മുട്ടിന്റെ നെറ്റിത്തടത്തിന്റെ പ്രകാശം ഈജിപ്തിലെ മിസ്രിലെ പെണ്ണുങ്ങൾ കണ്ടിരുന്നെങ്കിൽ വല്ലാഹി ആ പെണ്ണുങ്ങളെ ഹൃദയം പൊട്ടി മരിച്ചു പോകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, സൂഫിയാക്കളായ പണ്ഡിതന്മാര് പറഞ്ഞതെന്തെന്നറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാമിന് സൗന്ദര്യത്തെ പറ്റി ആളുകൾ ഇങ്ങനെ പ്രകീർത്തിക്കാൻ തുടങ്ങിയത് എന്തിന്റെ പേരിലെന്നറിയോ? യൂസുഫ് നബിയുടെ സൗന്ദര്യത്തെ കണ്ടു തീർക്കാൻ നമുക്ക് കണ്ണുകൾക്ക് കഴിയും, പക്ഷെ റസൂലുള്ളാഹിന്റെ സൗന്ദര്യം കണ്ടു തീർക്കാൻ നമുക്ക് പറ്റൂല. ഏതുപോലെയും അറിയോ? ഇന്ന് നമ്മൾ പറയുന്നു ഏറ്റവും നല്ല സൗന്ദര്യത്തെ പറ്റി പറയുമ്പോ സഹോദരങ്ങളെ പറയുന്നത് ചന്ദ്രനോട് ഉപമിച്ചുകൊണ്ടാണ്. ചന്ദ്രന്റെ പ്രത്യേകത എന്താണ്? കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ആ സമയത്ത് സൂര്യന്റെ രശ്മികളെ കാണാൻ നമുക്ക് കണ്ണിന് കഴിയൂല. ആർക്കാണ് സൂര്യനെ കാണാൻ പറ്റുക? ഒരു നിമിഷത്തിന്റെ പകുതിയിൽ സൂര്യനെ നോക്കി നിൽക്കാൻ പറ്റുമോ? ഇല്ല. എന്നാ ചന്ദ്രന് നമുക്ക് എത്ര നേരം വേണമെങ്കിലും നോക്കി നിൽക്കാം. കാരണം പിറ ആദ്യ സമയങ്ങളിൽ ഹിലാൽ എന്നാണ് പറയുന്നത്. ആ പിറ പിന്നീട് 2-ാം ദിവസം മുതൽ 13-ാം ദിവസം വരെ പറയുന്ന പേര് ബദർ എന്നാണ്. ഹിലാൽ എന്ന് പറയുന്ന സംഗതി ഒരു ചെറിയ കീറൽ പോലെയാണ്, ഒരു സ്ക്രാച്ച് പോലെയാണ്. അത് കാണുമ്പോഴാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്, അത് കാണുമ്പോഴാണ് നോമ്പ് പിടിച്ചു തുടങ്ങുന്നത്. അത് ഒരു നിമിഷം മാത്രം ചിലപ്പോൾ കാണും. അതിങ്ങനെ ഒരു സ്ക്രാച്ച് പോലെയാണ്, ഒരു
ചെറിയ വര പോലെയാണ്. അത് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ വളർന്ന് വരുന്നത് കാണാൻ പറ്റും. അതിന്റെ പേര് ബദർ എന്നാണ്. 13ന്റെ അന്ന് വരെ അതിന് പറയുന്നത് ബദർ എന്നാണ്. 14ന്റെ അന്ന് പൂർണ്ണചന്ദ്രനാകുന്നു. അതിന് പറയുന്നത് ഹിലാൽ എന്നല്ല, അതിന് പറയുന്നത് ബദർ എന്നല്ല, അതിന് പറയുന്നത് ഖമർ എന്നാണ്. അത് 14 പൗർണമിയാണ്. അന്ന് നല്ല നിലാവാണ്. അന്ന് ആ ചന്ദ്രൻ ഇങ്ങനെ വലിയ ഒറട്ടിയുടെ വലിപ്പത്തിനുണ്ടാകും. അതിനെ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് കാണാം. പക്ഷേ സൂര്യനെ ഒരു സെക്കൻഡിന്റെ ഒരു നിമിഷം പോലും നമുക്ക് കാണാൻ പറ്റൂല. കശംസി തൽഹറുൽ ഐനൈനി മിൻ ബുഅദി സഗീറതൻ വതുകിൽ ലുതറഫ മിൻ അമമി മൗലായ സല്ലി വസല്ലം. ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുടമുണ്ടല്ലോ, അത് സൂര്യനെ പോലെയാണ്. സൂര്യനെ പോലെയാ. സൂര്യനെ കാണാൻ ആർക്കും കഴിയില്ല. ചന്ദ്രനെ കാണാൻ കഴിയുമെങ്കിൽ നബിതങ്ങളുടെ സൗന്ദര്യം കാണാൻ ആർക്കും പറ്റൂല. യൂസുഫ് നബിയുടെ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും. ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ, ഒരായത്തായി ഒരു ഹദീസായി. എന്നാ റസൂലുള്ളാഹിനെ പറ്റി കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി വജ്ഹാ, ലോകപ്പിയെ ഏറ്റവും നല്ല മുഖകാന്തിയുള്ളത് എന്റെ റസൂലായിരുന്നു. ഒരു ദിവസം അതാ റസൂലുള്ളാഹി ചുമന്ന കുപ്പായം ധരിച്ചു, ചുമന്ന തലപ്പാവ് ധരിച്ചുകൊണ്ട് കടന്നു വരികയാ. സഹാബാക്കൾ അത്ഭുതപ്പെട്ടു. നിബിതങ്ങൾ എന്താണ് വെള്ള വസ്ത്രത്തിനല്ലേ പ്രയോറിറ്റി കൊടുക്കുക, എന്തേ ഇന്ന് ചുമന്ന വസ്ത്രം ധരിച്ചത്? ആ സമയത്ത് കടന്നു വന്ന നിബിതങ്ങളുടെ അടുത്തെത്തുമ്പോ റസൂലുള്ളാഹി ചുമന്ന കുപ്പായം ധരിച്ചതല്ല, ചുമപ്പ് കലർന്ന വെളുത്ത ശരീരത്തിൽ വെള്ള വസ്ത്രമെടുത്തങ്ങണിഞ്ഞപ്പോ അത് ചുമപ്പ് പോലെ തോന്നുന്നതാ. കാഴ്ചക്കാർക്ക് ചുമന്ന നിറം തോന്നുന്നതാണ്. ഇത്രയും വലിയ സൗന്ദര്യം ഹബീബായ നബിതങ്ങൾക്ക് ഉണ്ടെങ്കിൽ അൽ ജമാൽ, ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമ നമ്മുടെ ഭർത്താവല്ല, എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യമാരല്ല, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. സ്നേഹിക്കുന്നെങ്കിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹിച്ചോളൂ നിങ്ങൾ അള്ളാന്റെ ഹബീബിനെ. തീരുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ സ്നേഹത്തിന്റെ മാനദണ്ഡം എന്തെന്നറിയോ? ഞാൻ ചുരുക്കി പറയാൻ വെളുക്കുന്നത് വരെ അറിവിൽ ശിശുവായ, അറിവിന്റെ യാതൊരു ലക്ഷണങ്ങളുമില്ലാത്ത, അറിവിൽ പാപ്പരായ എനിക്ക് നേരം സുബഹിന്റെ ബാങ്ക് കേൾക്കുന്നത് വരെ അള്ളാന്റെ റസൂലിനെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ, അറിവുള്ള ഏതൊരു ഉസ്താദിനെ പോലെ അറിവിന്റെ അവഗാഹം നേടിയ വലിയ വലിയ മഹാരഥന്മാരായ ആശിഖീങ്ങളായ അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പറയാൻ ത്രാണിയും പ്രാപ്തിയുമുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം എത്ര ദിവസം പറയാൻ കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് സൗന്ദര്യത്തിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ ആ സ്നേഹം മുഴുവനും നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ നായകനാണ്. മറക്കരുത്. ഇനി രണ്ടാമത്തെ മാനദണ്ഡം ഏതാണ്? അൽ കമാൽ, പരിപൂർണത, വ്യക്തിത്വം. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാരാണ്? വെറുതെ നബിതങ്ങളാണെന്ന് പറഞ്ഞാ പോരാ. നബിതങ്ങളുടെ വ്യക്തിത്വം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. എല്ലാ കവലകളിലും റസൂലുള്ളാഹിനെ പറ്റി, അവിടുത്തെ വ്യക്തിത്വത്തെ പറ്റി പറഞ്ഞു കൊടുക്കണം. ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ നബിതങ്ങളെ പറ്റി പഠിക്കാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിയണം. പഠിക്കുന്നുണ്ട്. ഞാനൊരു സാധാരണ വായിക്കുമ്പോ എനിക്കിഷ്ടം തോന്നിയ ഒരു ചെറു കൃതിയുണ്ട്. ഒരു സ്വാമി, അദ്ദേഹം ഖുർആൻ, ഞാൻ പഠിച്ച ഖുർആൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കൃതി എഴുതി. ഒരു ചെറിയ ബുക്കാണ്. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഓരോ വരികളും ആസ്വദിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹയെ ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മനസ്സിലാക്കിയത് എഴുതി വെച്ചിരിക്കുന്നത്, അദ്ദേഹം ഒരു മുഫസ്സിറോ ഖുർആന്റെ പരിഭാഷകനോ ഏതെങ്കിലും ഒരു വലിയ പണ്ഡിതനോ ഒന്നുമല്ല. അദ്ദേഹം ഖുർആനിനെ ഇങ്ങനെ പഠിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ എഴുതിയത് ഒരു ചെറിയ കൃതിയാക്കി. അദ്ദേഹം ഒരു മാസികയിൽ, അദ്ദേഹം ഒരു വാരികയിൽ അദ്ദേഹം ഇങ്ങനെ അതിന്റെ തുടർ ലേഖനങ്ങളാക്കി എഴുതിയിട്ട് അതിനെ ഒരു ചെറിയ കൃതിയാക്കി. ഞാനത് വാങ്ങി വായിച്ചപ്പോൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. റഹ്മാൻ റഹീം,
റഹ്മാൻ റഹീം നമ്മൾ പഠിക്കുന്നത്, ഞാൻ കുറ്റപ്പെടുത്തുകയൊന്നുമല്ല, നമ്മൾ പഠിക്കാൻ തയ്യാറാവുന്നില്ല. ഈ കൊല്ലം ജില്ലയില് തെക്കൻ കേരളത്തില് കിട്ടാവുന്നതിൽ ഏറ്റവും ഹൈ ക്ലാസ് ഇമാമിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലേ? ഏറ്റവും ടോപ്പ് ഇമാമിനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അവസരം ഇവിടെ തന്നെ ഉണ്ട് ഉസ്താദ്. അവസരം മുതലാക്കാൻ നമ്മൾ ശ്രമിക്കണം. നോക്കൂ, ആ സ്വാമി ഖുർആനിന് തഫ്സീർ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പഠിച്ചത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നത് റഹ്മാൻ. നമ്മളെ മക്കളോട് ചോദിച്ചാൽ എന്താ പറയാ? കരുണാകരനും കരുണാനിധിയും. കേരളത്തിന്റെയും തമിഴ്നാട്ടിലെ രണ്ട് മുഖ്യമന്ത്രി ആരെയാ? ഒന്ന് കരുണാകരൻ, മറ്റൊന്ന് കരുണാനിധി. ഒന്ന് കേരളത്തിൻ്റെതും മറ്റൊന്ന് തമിഴ്നാട്ടിലതും. നമ്മുടെ അറിവുകൾ അവിടെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. ഒന്ന് കരുണാകരനും മറ്റൊന്ന് കരുണാനിധിയും. സ്വാമി പഠിച്ചു ഖുർആനെ പറ്റി. സ്വാമി ഇങ്ങനെ ഖുർആനെ പറ്റി പഠിച്ചിട്ട് അദ്ദേഹം അതിന്റെ ആശയം എഴുതി വച്ചിരിക്കുന്നത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ മഴവെള്ളവും റഹീം എന്ന് പറഞ്ഞാൽ കിണറിലെ വെള്ളവും എന്നാണ്. എന്താ റഹ്മാൻ മഴവെള്ളമാവാൻ കാരണം? യാതൊരു മുതൽ മുടക്കുമില്ലാതെ എല്ലാ മതവിഭാഗത്തിനും, എല്ലാ സംഘടനക്കാർക്കും, എല്ലാ രാഷ്ട്രീയക്കാർക്കും, എല്ലാ ആളുകൾക്കും, നാട്ടുകാർക്കും 5 പൈസയുടെ ചെലവില്ലാതെ കിട്ടുന്ന വെള്ളത്തിന്റെ പേര് മഴവെള്ളം എന്നാണ്, അല്ലേ? നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുത്തോ? ഇന്ന് മലയാള മനോരമയില് ഒരു വാർത്ത കിടക്കുന്നു. അത് മലയാള മനോരമ ആയതുകൊണ്ട് വിശ്വാസയോഗ്യവുമല്ല. എന്നാൽ പോലും ആ വാർത്തയിൽ കൊടുത്തിരിക്കുന്നത് 2000 കോടി രൂപ കൊടുത്തിട്ട് മഴയെ കേന്ദ്ര സർക്കാർ തടയാൻ പോകുന്നു എന്നാണ്. ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഴവെള്ളം 5 പൈസയുടെ ചെലവില്ലാതെ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതാണ്. മുസൽമാനും അല്ലാഹു തആല മക്കളെ കൊടുക്കും, കാഫിരീങ്ങൾക്കും മക്കളെ കൊടുക്കും, മുനാഫിക്കീങ്ങൾക്കും ഭാര്യയെ കൊടുക്കും, മുശ്രിക്കീങ്ങൾക്ക് വെള്ളം കൊടുക്കും, അഹ്ലുസുന്നയുടെ ആളുകൾക്ക് കൊടുക്കുന്നത് ബിദ്അത്തിന്റെ ആളുകൾക്ക് കൊടുക്കും, ലലാലത്തിന്റെ ആളുകൾക്ക് കൊടുക്കും. എല്ലാവർക്കും അല്ലാഹു ഒരുപോലെ അല്ല, കൂടുതലും അവർക്ക് എന്നാ കൊടുക്കുക, അല്ലേ? ഇതാണ് റഹ്മാൻ. മഴവെള്ളം പോലെ ആരും അധ്വാനിക്കേണ്ട, എല്ലാം അവിടെ കിട്ടിക്കോളും. പക്ഷെ കിണറിലെ വെള്ളം എന്ന് പറഞ്ഞാൽ സ്ഥലം കാണണം, കിണർ കുത്തുന്നവനെ വിളിക്കണം, ഒരു കോലിന് എത്രയെന്ന് ചോദിക്കണം, വില പേശണം, അവന്റെ ഡേറ്റ് എടുക്കണം, ഒരാളെ കൊണ്ടുവന്ന് കുറ്റിയടിക്കണം, അവർക്ക് കൈമടക്ക് കൊടുക്കണം, എന്നിട്ട് പണി ആരംഭിക്കണം. കാത്ത് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂജനം പോലെ കാത്തിരുന്ന് എത്രയോ കോല് കഴിഞ്ഞ് അവസാനം വെള്ളം കിട്ടുമ്പോ ആദ്യ വെള്ളം കോരി പായസം വെച്ച് പള്ളിയിൽ കൊടുത്ത് ഉസ്താദുമാർക്ക് കൊടുത്ത് സന്തോഷം പകുത്തെടുത്ത് ആ വെള്ളം ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയകൾ മുഴുവനും ചെയ്ത് കഷ്ടപ്പെട്ട് കിട്ടുന്നതിന്റെ പേരാണ് കിണറിലെ വെള്ളം. അതാണ് റഹീം എന്ന് പറഞ്ഞാൽ ഇവിടെ അനുസരിക്കുന്നവന്, ഇവിടെ വഴിപ്പെടുന്നവന്, ഇവിടെ കഷ്ടപ്പെടുന്നവന്, ഉറക്കത്തിൽ നിന്ന് എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവന്, പരക്കം പാച്ചിനിടയിൽ ളുഹാ നിസ്കരിക്കുന്നവന്, ഈ തിരക്കിനിടയിലും ഹബീബിന് മൗലിദ് പറയുന്നവന്, മദ്ഹ് പാടുന്നവന്, അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവന് അല്ല കൊടുക്കുന്നത് റഹീം എന്ന സിഫത്താണ്. അവൻ ആഖിറത്തിലെല്ലാം കൂടെ അങ്ങ് കൊടുക്കും. കഷ്ടപ്പെടുന്നവർക്ക് മാത്രം കിട്ടുന്നത് കിണറിലെ വെള്ളമാണ്. എത്ര നല്ല ഒരു കാര്യം. ഞാൻ പറയുന്നത് നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഒരു സമൂഹത്തെ അല്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായി പഠിക്കണം. നബിതങ്ങളെ പറ്റി പഠിച്ചേ പറ്റൂ. ഒന്നും അറിയില്ല നമുക്ക് നബിതങ്ങളെ പറ്റി ഒന്നും അറിയില്ല. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിന്റെ മഹാസ്മരികത എന്നാണ് നോട്ടീസിൽ വെച്ചിരിക്കുന്നത്. ഈ അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് കാന ഖുലുഖുഹു അൽ ഖുർആൻ, ചലിക്കുന്ന ഖുർആനാണ്, അഥവാ ഖുർആനാണ് നബിതങ്ങൾ എന്ന് ആയിഷ ബീവിയ പറഞ്ഞത്. അപ്പൊ എന്ത് പറഞ്ഞാലും അത് മുഹമ്മദ് മുസ്തഫ തന്നെയാണ്. ഖുർആനിൽ തന്നെ എന്തെല്ലാം അത്ഭുതങ്ങളുണ്ട്. ഞാൻ ബറക്കത്തിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞോട്ടെ. അറബി അക്ഷരങ്ങൾ എത്രയുണ്ട്? അറബി അക്ഷരങ്ങൾ 28 അക്ഷരങ്ങൾ തന്നല്ലോ. ഹംസിനെ മാറ്റി നിർത്തിയാൽ 28 അക്ഷരം. ഹംസിനെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 29 അക്ഷരങ്ങളുണ്ട്. ആ 29 അക്ഷരങ്ങൾ പ്രിയപ്പെട്ടവരെ എല്ലാ ആയത്തുകളിലുമില്ല. അല്ലാഹുവേ, എന്താണ് ഖുർആനിന്റെ അത്ഭുതം? എന്താണ് ഖുർആനിന്റെ അത്ഭുതം? അല്ല, എന്താണ് മുഹമ്മദ് മുസ്തഫയുടെ മുഅ്ജിസത്ത്? എന്താണെന്നറിയോ? 29 അക്ഷരങ്ങളും അടങ്ങുന്ന
ഒരേ ഒരു ആയത്ത് 6660 ചില്ലുവാനമായത്തുകളിൽ ഒരേ ഒരു ആയത്തിലെ 29 അക്ഷരങ്ങളുമുള്ളൂ. ആ അക്ഷരങ്ങളുള്ള എല്ലാം കൂടിയുള്ള ഒരേ ഒരു ആയത്തേതാ? മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു വശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫത്ഹിന്റെ ആയത്തുണ്ടല്ലോ, ആ ഒരു ആയത്തിൽ എല്ലാ അക്ഷരങ്ങളും സമ്മേളിച്ചിരിക്കുന്നു. തീരുന്നില്ല അത്ഭുതം. 29 അക്ഷരങ്ങളാണല്ലോ. ഹംസും കൂടി കൂട്ടുമ്പോ ഫത്ഹ് എന്ന് പറയുന്ന അധ്യായത്തിലാണ് ഇതുള്ളത്. ഫത്ഹ് എന്ന അറബിയിൽ 3 അക്ഷരങ്ങളാണ്, ഫാഉം താഉം ഹാഉം. അബ്ജദിന്റെ കണക്കനുസരിച്ച് ബിസ്മിക്ക് നമ്മൾ കൊടുക്കുന്ന നമ്പർ 786. അത് അബ്ജദ് ഹവ്വസ് ഹുത്തി കലിമൻ എന്ന ഒരു കണക്കാണ്. അത് ഉസ്താദുമാർക്കറിയും, മുതഅല്ലിമീങ്ങൾക്കറിയും, അറിയുന്നവർക്കൊക്കെ അറിയും. അങ്ങനെ കണക്ക് വെച്ച് ഫാഇന്റെ അക്ഷരം എഴുതി, താഇന്റെ അക്ഷരം എഴുതി, എണ്ണം എഴുതി, ഹാഇന്റെ എണ്ണം എഴുതിയിട്ട് കൂട്ടി നോക്കുമ്പോ അല്ലാഹുവേ 29 എന്ന കണക്കാ വരുന്നത്. അത്ഭുതമേ വിശുദ്ധ ഖുർആൻ, അത്ഭുതമേ വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ പഠിക്കണേ പ്രിയപ്പെട്ടവര്, ഖുർആനിലൂടെ മുത്തുനബിയെ വായിക്കണേ സഹോദരങ്ങള്. ഖുർആൻ എന്താണോ അത് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ എന്താണോ അത് തന്നെയാണ് ഖുർആൻ സഹോദരങ്ങളെ. അതുകൊണ്ട് സൗന്ദര്യത്തിന്റെ പേരിൽ ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ നബി തങ്ങളെ പ്രണയിച്ചോ. രണ്ടാമത്തേത് കമാലിയത്താണ്, അൽ കമാൽ. പൂർണ്ണതയുടെ പേരിൽ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടോ? ഏറ്റവും വലിയ സമ്പൂർണ്ണ വ്യക്തി പ്രഭാവം ആരെന്നറിയോ? അത് അഷ്റഫുൽ ഖൽഖല്ലേ. 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാ. ഒന്ന്, നമ്മളൊക്കെ നമുക്കറിയുമല്ലോ, ആരെങ്കിലും നമ്മളെ വിളിച്ചെന്നിരിക്കട്ടെ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഉസ്താദ് എന്നെ വിളിച്ചു. എന്നെക്കാൾ എത്രയോ പ്രായമുള്ള, ഇൽമിന്റെ വിഷയത്തിൽ താരതമ്യം ചെയ്യാൻ പോലും അർഹതയില്ലാത്ത എന്നെ വിളിച്ചെന്നിരിക്കട്ടെ, ഞാൻ എങ്ങനായിരിക്കും തിരിഞ്ഞു നോക്കുക? നിങ്ങളെ ആരെങ്കിലും പുറകിൽ നിന്ന് വിളിച്ചാൽ നിങ്ങൾ എങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്? പറയ്, അങ്ങനെ നോക്കൂലേ? മുസ്തഫായ നബി തങ്ങളെ പിന്നിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ അങ്ങനെ തലതിരിഞ്ഞു നോക്കൂല. ഉടലോടുകൂടി റസൂലുള്ള തിരിയും. അയാളെ റെസ്പെക്ട് ചെയ്തിട്ടാണ്, അയാളെ ബഹുമാനിച്ച് ആദരിച്ചിട്ടാണ് അയാളോട് തിരിഞ്ഞിട്ട് കാര്യം അന്വേഷിക്കുക. എന്തൊരു വ്യക്തിത്വമാണ്! മുസാഫഹത്ത് ചെയ്താൽ ഉസ്താദിനെയൊക്കെ സമ്മതിക്കണം. ഇത്രയും പ്രായമായിട്ടും ദുആടെ മജ്ലിസിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും ആഗ്രഹിക്കും കൈപിടിച്ചൊന്ന് മുത്താൻ. ഇപ്പോ കമന്റ് രാജാക്കന്മാര് നിറഞ്ഞിട്ടുണ്ടാവും. വേറെ ഒരു പണിയില്ല, വെറുതെ ഇരുന്നിട്ട് എന്തിനാ കൈപിടിച്ച് മുത്തുന്നത്, എന്തിനാ അവിടെ മുത്തുന്നത്, എന്തിനാ ഇവിടെ പിടിക്കുന്നത്, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കുറെ ചെറുപ്പക്കാരുണ്ട്. ഒരു പണിയില്ല. നിങ്ങളുടെ പണി അതാണ്, ഞങ്ങളുടെ പണി ഇതാണ്. ഞങ്ങൾക്ക് മുത്തി സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് വിശ്വാസമുള്ളവരാ ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ മുത്തി പൊയ്ക്കോളാം, നിങ്ങൾ കമന്റ് എഴുതി പൊയ്ക്കോളി, പോവാൻ പറ്റുമെങ്കിൽ. അത്ര തന്നെ പറയുന്നത്. അങ്ങനെ ഓരോരുത്തരും വന്നിട്ട് കൈപിടിക്കാനും മുസാഫഹത്ത് ചെയ്യാനും ശ്രമിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യുക? തിരക്ക് കാരണം ഒരാളെ കൈവലിച്ച് അടുത്താ കൊടുത്ത്, അവിടെ നിന്ന് കൈവലിച്ച് അടുത്താ കൊടുത്ത് ഇങ്ങനെ പോവും. ഞാൻ ഏതോ മഹാനാണെന്ന് ആരൊക്കെയോ തെറ്റിദ്ധരിച്ച് കൈപിടിക്കുമ്പോ നമുക്ക് സമയമില്ല, ഒരച്ചോണ്ട് പോവാ ബറക്കത്ത് കൊടുത്തിട്ട്. പക്ഷെ അഷ്റഫുൽ ഖൽഖ് തങ്ങളെ ആരെങ്കിലും ഒന്ന് മുസാഫ ചെയ്യാൻ കൈപിടിച്ചാൽ പിടിച്ച ആള് വിടുന്നത് വരെ റസൂല് കൈവലിക്കൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു വ്യക്തിത്വമാണ്! പിടിച്ച ആള് കൈ വിട്ടാലേ നബി തങ്ങൾ കൈവലിക്കൂ, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കും. ഇതാണ് വ്യക്തിത്വം, ഇതാണ് വ്യക്തിത്വം. ഏറ്റവും നല്ല വ്യക്തിത്വം അല്ലാഹുവിന്റെ ഹബീബാണ്. ഏറ്റവും നല്ല വ്യക്തിത്വമെങ്കിൽ
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ വ്യക്തിത്വത്തിന്റെ പേരിൽ, പരിപൂർണതയുടെ പേരിൽ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ അവിടെ ഒന്ന് സ്നേഹിക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിനെ തന്നല്ലേ. ഞാൻ ചുരുക്കി പറയുകയാണ്. ഇനി മൂന്നാമത്തെ ബന്ധമേതാണ്? അൽ ഖറാബ. കുടുംബ ബന്ധത്തിന്റെ പേരിലാണ് മറ്റൊരാള് സ്നേഹിക്കുന്നതെങ്കിൽ ഏറ്റവും അർഹതയും അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ്? നബി തങ്ങളെ മാറ്റിവെക്ക്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ്? ഞാൻ പലപ്പോഴും ചിന്തിക്കും, എന്റെ വാപ്പയോടാണോ, എന്റെ ഉമ്മയോടാണോ, എന്റെ മക്കളോടാണോ, എന്റെ ഭാര്യയോടാണോ, എന്റെ ഉസ്താദുമാരോടാണോ, എന്റെ കൂട്ടുകാരോടാണോ, എന്റെ നാട്ടുകാരോടാണോ, എന്നെ സ്നേഹിക്കുന്നവരോടാണോ, എന്നെ പ്രിയപ്പെട്ട എനിക്ക് വേണ്ടി ദ്വാരക്കുന്നവരോടാണോ, ആരോടാണ് എനിക്ക് കമ്മിറ്റ്മെന്റ് സ്നേഹമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ റിസൾട്ട് കിട്ടുന്നത് ഞാൻ എന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്നെ തന്നെയാണ്. അല്ലേ? ഞാൻ എന്നെ സ്നേഹിച്ചാലേ മറ്റൊരാളെ സ്നേഹിക്കുന്നത് പറയുന്നത് അർത്ഥമുള്ളൂ. ഞാൻ ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ എന്നെ സ്നേഹിക്കാതെ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളം. അപ്പൊ എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് ഞാൻ തന്നല്ലേ. എനിക്ക് ഉറക്കം വരുമ്പോ ഞാൻ ഉറങ്ങും. എന്റെ ഭാര്യയ്ക്ക് ഉറക്കം വരുമ്പോ ഞാൻ ഉറങ്ങുമോ? അവളല്ലേ ഉറങ്ങേണ്ടത്. എന്റെ ഉമ്മ കരയുമ്പോ ഞാൻ കൂടെ കരയോ? ഉമ്മാക്ക് എന്തോ വിഷമം തട്ടി ഉമ്മ കരഞ്ഞു, അപ്പൊ ഞാൻ ചിരിക്കുന്നുണ്ടാവും. എന്റെ വാപ്പാക്ക് കാല് വേദനിക്കുമ്പോ ഞാൻ മരുന്ന് പുരട്ടിയാ മതിയോ? എന്റെ കാല് വേദനിക്കുമ്പോ എന്റെ വാപ്പ കാല് മരുന്ന് പുരട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്, എന്റെ വാപ്പ തൈലം തേക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ കാല് വേദനയ്ക്ക് തൈലം തേക്കാതിരിക്കുവോ? ഇല്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടത് എന്നോടല്ലേ. എനിക്ക് വേദനിക്കുമ്പോ ഞാൻ അതിന്റെ പരിഹാരം കാണും. എനിക്ക് സങ്കടം വരുമ്പോ ഞാൻ കരയും. എനിക്ക് ചിരി വരുമ്പോ ഞാൻ ചിരിക്കും. എനിക്ക് വിശക്കുമ്പോ ഞാൻ കഴിക്കും. എനിക്ക് ദാഹിക്കുമ്പോ ഞാൻ കുടിക്കും. എനിക്ക് എന്താണോ ഉറക്കം വരുമ്പോ ഉറങ്ങും. എഴുന്നേക്കാൻ തോന്നുമ്പോ എഴുന്നേക്കും. എനിക്ക് ഏത് ടെൻഡൻസി ഉണ്ടോ അക്കാര്യം ഞാൻ ചെയ്യും. അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനായതുകൊണ്ടാണ്. എന്ന് അല്ലാഹ് പറയുന്നു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നിങ്ങൾക്ക് നിങ്ങളാണ് ഏറ്റവും വലുതെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളാണ് ഏറ്റവും വലുതെന്നിരിക്കട്ടെ. നബിദിനാഘോഷമാണോ? ഉടലോടെ സ്വർഗത്തിൽ പോവാ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ പറ്റി ഖുർആൻ പറഞ്ഞത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി തങ്ങൾ വിശ്വാസികളോട് അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ കടപ്പെട്ടവരാണ്, അർഹതപ്പെട്ടവരാണ്. വസ്വാജുഹു ഉമ്മഹാതുഹും. അവരുടെ ഭാര്യമാര്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാര് നമ്മുടെ ഉമ്മയാണ്. നിങ്ങൾക്കൊരു കഥ ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരേ സമയം ഭാര്യയും അതേ സമയം തന്നെ ഉമ്മയും ആരാ? ഒരേ സമയം ഭാര്യ, അതോടൊപ്പം ഉമ്മയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകള് ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ മകളാണ്. അതോടൊപ്പം തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അബൂബക്കർ തങ്ങളുടെ ഉമ്മയുമാണ്. എന്തുകൊണ്ട്? മുത്തിന്റെ ഭാര്യയല്ലേ. ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പൊന്നുമോളാണ്. അതോടൊപ്പം തന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖിന്റെ ഭാര്യ എന്ന നിലയിൽ ഉമർ തങ്ങളുടെ ഉമ്മയുമാണ്. ചിന്തിച്ചു നോക്ക്. ഇതിനപ്പുറം ഒരു കടപ്പാട്, ഇതിനപ്പുറം ഒരു ബന്ധം ലോകത്ത് വേറെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? അൽ ഖറാബ. ബന്ധങ്ങളുടെ പേരിൽ സ്നേഹിക്കുന്നെങ്കിൽ ഏറ്റവും അർഹതപ്പെട്ടത് ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇനി നാലാമത്തെ ബന്ധം ഞാൻ പറയട്ടെ, അൽ ഇഹ്സാൻ. ഉപകാരത്തിന്റെ പേരിൽ ഒരാളെ സ്നേഹിക്കാറുണ്ട്. ഇന്ന് കേരളത്തില് ഏറ്റവും കൂടുതൽ കണ്ണീരോടുകൂടി ഒരു വ്യക്തിയുടെ മരണത്തിൽ ഏറ്റവും കൂടുതൽ ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വേദനിച്ച ഒരു മരണം ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണമാണ്. ജോൺസൺ വയനാട് ജില്ലയിൽ ശ്രുതി എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സഹോദരി, അമ്മയും അച്ഛനും മരിച്ചു. ബന്ധുക്കളെല്ലാം വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടു. എൻഗേജ്മെന്റ് കഴിഞ്ഞു. ശ്രുതിക്ക് ജോൺസൺ എന്നല്ലേ, ജോൺസൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ ജോൺസൺ
അമ്മയും അച്ഛനും മരിച്ച കുഴിമാടത്തിന്റെ അടുത്ത് വന്ന് ശ്രുതിയെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഇവൾക്ക് ഞാനുണ്ട്, ഇവൾക്ക് ഞാൻ കൈവിടില്ല. എല്ലാവരും നഷ്ടപ്പെട്ടപ്പോഴും തന്റെ പ്രതിശ്രുത വരൻ തനിക്കുണ്ടാകുമെന്ന ചിന്തയിൽ ആ പെൺകുട്ടി എല്ലാം ആശ്വസിച്ചു. ആ പെൺകുട്ടിയുമൊത്ത് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മാനന്തവാടിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. ആ ജോൺസൺ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ആ പെൺകുട്ടി തനിച്ചായി. ഓർത്തു നോക്കൂ, എല്ലാവർക്കും സങ്കടം. ഒരു പ്രതിസന്ധി വന്നപ്പോ ചേർത്ത് നിർത്തിയ ജോൺസൺ, ചേർത്തു നിർത്തിയ തന്റെ ഭർത്താവാകാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ പേരിലാണ് എല്ലാവർക്കും സങ്കടം. എല്ലാവർക്കും സങ്കടം. ഒരു ഉപകാരം ആരെങ്കിലും ചെയ്തു തന്നാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്തു തന്നാൽ ലോകത്ത് ഇപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഒരു കയ്യബദ്ധം സംഭവിച്ചു. 20 ലക്ഷം രൂപ അല്ലേ? 20 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. കേരളത്തില് കോടിക്കണക്കിന് രൂപ കെട്ടിവെച്ചിട്ട് കോടിക്കണക്കിന് രൂപ നിമിഷ നേരം കൊണ്ട് കേരളീയ സമൂഹം നൽകി സൗദി അറേബ്യയിൽ ജയിലിൽ കിടക്കുന്ന ആ പ്രിയപ്പെട്ട സഹോദരനെ മോചിപ്പിക്കണം, റഹീം എന്ന സഹോദരനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തവരാ. അവസാനം പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. 20 ലക്ഷം രൂപ അതോട് ബന്ധപ്പെടുത്തുമ്പോ എത്രയോ നിസ്സാരം. ആ 20 ലക്ഷം രൂപ കൊടുത്താൽ ഈ നാട്ടുകാരനായി വിദേശത്ത് പോയി കയ്യബദ്ധത്തിൽ ഒരു സംഭവം ഉണ്ടായി. ആ പ്രിയപ്പെട്ട സഹോദരനെ ഉടൽ ശരീരം ജീവനോടെ തിരിച്ചു കിട്ടാൻ ഈ നാട്ടുകാരിൽ ഒരു സംഘം എന്റെ നാട് പത്തടി എന്ന് പറയുന്ന, ഞാൻ അവരുടെ ഒരു പരിപാടിയിൽ പ്രസംഗിച്ചതാണ്. ഒരുപാട് സ്നേഹമുള്ളൊരു നാടാണിത്. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും, പക്ഷെ കൂടുതൽ പറയില്ല. കാരണം പലരും കരുതും എന്തോ നേടാനാണ്. എനിക്കൊന്നും നേടണ്ട. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ അവരെ ആ വിഷയത്തിൽ സ്മരിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധമായ ഈ മജ്‌ലിസിൽ വെച്ച് 1 ലക്ഷം രൂപ ആ സംഘടന അല്ലെങ്കിൽ ആ കൂട്ടം നൽകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സംഘടന നൽകിയ 1 ലക്ഷം രൂപ ആ സഹോദരന്റെ ജീവിത അവസാനം വരെ ഓർമ്മയിൽ ഉണ്ടാവൂലേ? നിങ്ങൾ നൽകിയ ഓരോ നാണയത്തൊട്ടും ഓർമ്മയുണ്ടാവൂലേ? ഒരാൾ ഉപകാരം ചെയ്ത നമ്മൾ എങ്ങനെ മറക്കുക? അയാളോട് വലിയ കമ്മിറ്റ്മെന്റ് ആയിരിക്കും, നമുക്ക് വലിയ